നെക്സ്റ്റ് പ്രൈസ്. സർവീസസ് ഇൻടാഞ്ചിബിൾ ആയിട്ട്. സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് തൊട്ട് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് നമുക്ക് തൊട്ട് നോക്കാനും അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡ്യൂ ടു ദിസ് നേച്ചർ മാർക്കറ്റ് ഫേസസ് ഗ്രേറ്റർ ഡിഫിക്കൽട്ടി ഇൻ ഫിക്സിങ് ഹിസ് പ്രൈസ് സർവീസ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു, ഒരു ഡോക്ടർ പേഷ്യൻറ്റ് വന്നു, ആ പേഷ്യൻറ്റ് വന്നു ഡയഗ്നോസ് ചെയ്തു. ചിലപ്പോൾ ഡോക്ടർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അയാളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അയാൾ ആൻസർ പറയാവും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിന് പല ഡോക്ടർമാർക്കും പല ഫീസാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ സ്പെഷ്യാലിറ്റി അനുസരിച്ചൊക്കെ ഫീസിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതിൽ ഫീസ് ഈടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് അവരുടെ സ്പെഷ്യാലിറ്റി അനുസരിച്ചും എക്സ്പീരിയൻസ് അനുസരിച്ചും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേ സെയിം ഫീസല്ല എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ കേസിനൊക്കെ നമ്മളിപ്പോൾ സെയിം റേഞ്ചാണ്. പക്ഷേ എന്നാലും സ്പെഷ്യൽ കേസുകളിലൊക്കെ ഡോക്ടർമാർക്കൊക്കെ ഫീസിൽ വ്യത്യാസമുണ്ട്. 150 ഒക്കെയാണ് സാധാരണ. നോർമലായിട്ടുള്ള കേസുകൾക്കൊക്കെ 150 ആണ്. അതല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യൽ കേസുകളൊക്കെ ആണെങ്കിൽ ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ അതിനും കൂടുതൽ റേറ്റിൽ വ്യത്യാസമുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതിനെ ഈടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ സർവീസിന്. മെനി സർവീസ് പ്രൊവൈഡർ ഓഫർ റേഞ്ച് ഓഫ് സർവീസ് അറ്റ് വേരിയസ് പ്രൈസ് ലെവൽ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ടാർഗറ്റ് സെഗ്മെൻറ്റ്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവലാണ് നമ്മൾ ഈടാക്കുക. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ റൂമാണ് എടുക്കണമെന്ന് വെച്ചാൽ അവരുടെ ചാർജിന് വ്യത്യാസമുണ്ട്. ജനറൽ വാർഡാണെങ്കിൽ അവരുടെ ചാർജിന് വ്യത്യാസമുണ്ട്. അതൊക്കെ ആ ടാർഗറ്റ് സെഗ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, കുറച്ചും കൂടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിൽ അതിന് റേറ്റ് കൂടും. പ്രൈസ് ചാർജഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് ഈടാക്കണേ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളും പ്രൈസ് ഈടാക്കുക. ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഓഫ് സർവീസ്, അതിൻ്റെ സ്റ്റേജസ് അനുസരിച്ച് ചില ഹോസ്പിറ്റലാണെങ്കിൽ, ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന് റേറ്റ് കുറവായിരിക്കും. കുറച്ചുകൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന് ഫിക്സഡ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് റേറ്റിനും കാര്യത്തിനൊക്കെ വ്യത്യാസമാണ്. റെഗുലേഷൻ ഓഫ് ഗവൺമെൻറ് ഓർ ട്രേഡ് അസോസിയേഷൻ, നമ്മുടെ റെഗുലേഷൻസ് അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിലിറ്റിയാണ്. നമുക്ക് എത്രമാത്രം ഈ ഡോക്ടർ എത്ര ഡയഗ്നോസ് ചെയ്തിട്ടാണ് നമുക്കിത് പറഞ്ഞു തരണേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർ ഇപ്പോൾ ഒരു ഡോക്ടർ കാണിച്ചിട്ട് അയാളും ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് ആൻസർ ചെയ്യണു, അപ്പോൾ നമുക്ക് മരുന്ന് എഴുതി തരുന്നു, മെഡിസിൻസ് തരുന്നു. മറ്റൊരാളെ ഡോക്ടറെ കാണിക്കുമ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു? രണ്ട് പേർക്കും രണ്ട് ഫീസാണ്. അത് അവരുടെ സ്പെഷ്യാലിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ വ്യത്യാസമുണ്ട്. ഇത് ഇൻടാഞ്ചിബിളാണ്, നമുക്ക് ടെസ്റ്റ് നോക്കാൻ പറ്റില്ല. എത്രമാത്രം അയാൾ ഡയഗ്നോസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞു തരണേ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ദ കസ്റ്റമർ വ്യൂ പ്രൈസ് ആസ് എ സബ്രഗേറ്റ് ടു സർവീസ് ക്വാളിറ്റി, അത് ഇതിന് പകരമാണ്. ആ സർവീസ് എത്രയാണോ നമുക്ക് തരണേ അതിന് പകരമായിട്ടാണ് ഈ പ്രൈസ് നമ്മൾ ഈടാക്കണത്. പിന്നെ അതുപോലെ തന്നെ ഈ സർവീസ് പെരിഷബിളാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ കണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഡിസിഷൻ ആവില്ല. നെക്സ്റ്റ് ദിവസം ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ പറയുന്ന ഒരു അഭിപ്രായം ഡയഗ്നോസിസും വ്യത്യാസപ്പെടും. അപ്പോൾ അത് പെരിഷബിളാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും? ഇത് കഴിയും. ഇപ്പോൾ ഹോട്ടൽസ് ഓർ എയർലൈൻസ് ഓഫറിംഗ് ലോവർ റേറ്റ് ഓഫ് സീസൺ ദെൻ സ്ട്രാറ്റജി ക്യാൻ ബി യൂസ് ഓഫ്സെറ്റ് പെരിഷബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ചില ഹോട്ടൽസ് ഇപ്പോൾ എയർലൈനിൽ ടിക്കറ്റിൻ്റെ റേറ്റ് പല സമയത്തും പല റേറ്റാണ്. അപ്പോൾ അതെന്താണ്? പെരിഷബിളാണ്. ഇപ്പോൾ ചിലപ്പോൾ കുറവുണ്ടെന്ന് വിചാരിച്ച് തന്നെ നാളെ ചിലപ്പോൾ കുറവായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ റൂമുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിലെ ബെഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ബെഡ് ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 3-4 ബെഡൊക്കെ ഒഴിവുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ ഉച്ച തിരിയുമ്പോഴേക്കും അവിടെ ബെഡൊക്കെ എന്തായിരിക്കും? ഫില്ലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ പെരിഷബിളാണ്. എപ്പോഴും അതുപോലെ ഒഴിഞ്ഞു കിടക്കണമെന്നില്ല. അപ്പോൾ എന്താണ്? പെരിഷബിളാണ്. അത് പെട്ടെന്ന് അത് തീരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ പ്രൈസ് ഈടാക്കുന്നതിന് നമ്മൾ പണ്ട് മറ്റുള്ളതിൽ ഈടാക്കുന്ന പോലെ തന്നെ പല മെത്തേഡുകളും ഈടാക്കുന്നുണ്ട്. സ്കിമ്മിങ് പ്രൈസ് ഈടാക്കുന്നുണ്ട്. സ്കിമ്മിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ റേറ്റാണ്. പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റ്. മിക്സഡ് പ്രൈസിങ് രണ്ടും കൂടി ചേർന്നിട്ട് കോസ്റ്റ് പ്ലസ് ചിലവാകുന്നതിനനുസരിച്ച് മാർജിനൽ കോസ്റ്റ്, നമുക്ക് അഡീഷണൽ വരുന്ന ചിലവിനനുസരിച്ചുള്ള കോസ്റ്റ്, പ്രൊമോഷണൽ പ്രൈസിങ്, ഡിഫറൻഷ്യൽ പ്രൈസിങ്, മാർക്കറ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്, അങ്ങനെ പലതരത്തിലുള്ള പ്രൈസിങ് മെത്തേഡുകൾ സർവീസ് മാർക്കറ്റിങ്ങിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രൊഡക്റ്റിൽ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ സർവീസ് മാർക്കറ്റിങ്ങിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ.